4 square plus 2 into 4 into 5 plus 5 square. Anu. എപ്പോഴും സ്വപ്നലോകത്താ. എണീക്കണോ? 4 സ്ക്വയർ എത്ര? എടോ 4 സ്ക്വയർ എത്രയാണെന്ന് നേരെ നോക്ക്. എനിക്ക് വല്ല അറിയോ? എന്ന് കെട്ടിപ്പിടിക്ക് വന്നോളൂ മനുഷ്യനെ മരുന്നെടുത്താൽ. ഇറങ്ങി പോ ക്ലാസ്സിൽ നിന്ന്. ഇറങ്ങി പോടോ ക്ലാസ്സിൽ നിന്ന്. ഇറങ്ങിപ്പോ. താൻ ഇന്നും പുറത്ത് തന്നെയാണോ ക്ലാസ്സില്? അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്തോ കാര്യം? ഈ ഒരു പ്രായമായിരുന്നു കുട്ടികൾ കുറച്ചെങ്കിലും ഒരു എഫേർട്ട് വേണം പഠിക്കാനായിട്ട്. അതും ഇല്ല. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇങ്ങനൊരു കുട്ടി ഞാൻ ലൈഫ് തന്നെ ചെയ്യാൻ അവിടെ നിൽക്കില്ല. അതെ, ഇങ്ങോട്ടാ എന്തായാലും വെളിയിരിക്കാനല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ്. അവളുടെ പേരെന്താ? അവളെ കളിക്കാൻ പോകുന്നില്ലേ? പേരെന്താ? അവള് കളിക്കാൻ പോകുന്നില്ലേ? നല്ല രസമുണ്ടല്ലോ. ഞാൻ തരുന്ന ശിക്ഷയാണ്. 24 മണിക്കൂറും നീ ഇതിട്ട് നടക്കണം. അടുക്കളപ്പണി മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഇതിട്ടുകൊണ്ടായിരുന്നു. മോള് വന്നോ? പ്രോഗ്രസ് കാർഡ് കിട്ടി. നീ എടുത്തേ നോക്കട്ടെ. പിന്നെ മാത്സിന് ഒരു മാർക്ക് കുറവായിരിക്കും. ബാക്കി എല്ലാത്തിനും എനിക്ക് കൊടുക്കണം. അത് സാരമില്ല, നീ അടുത്ത വട്ടം നല്ല പോലെ പഠിച്ചാൽ മതി. എന്നാലും ഒരു മാർക്ക് പോയില്ല. പോട്ടെ, സാരമില്ല. ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ടല്ലോ. മെഡിക്കി അമ്മ മോക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇട്ടുണ്ട്. മോളി ഏതൊക്കെ കഴിക്കും? ഈ ചായ കുടിക്കും. അമ്മ അനുവിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയില്ല. അമ്മ കാണിച്ചില്ലയോ? ശരിയാണല്ലോ, അവളെന്നെ കാണിച്ചില്ല. വന്നപ്പോഴേ മുറിക്കത്ത് കയറി. ഇനി വല്ല കുത്തിവരെ ആയിരിക്കും. അനു അനു ഞാൻ ഒന്ന് നോക്കട്ടെ. അനു അനു ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? നിനക്കെന്താ ചെവി കേട്ടൂടെ? അനു, നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? എവിടെ നിന്റെ ബാഗ്? പഠിക്കണമെന്ന് ഒരു വിചാരമില്ല. ഇത്തവണ എല്ലാത്തിനും വട്ടപൂജ്യം തന്നെ. ഇങ്ങനെ പോയാൽ എങ്ങനെ? എപ്പോഴും കുറെ വരെ കൊണ്ട് മാത്രം ഇരുന്നാ മതിയോ നിനക്ക്? നിന്റെ ചേച്ചിയെ നോക്ക്, അവർക്ക് എത്ര നല്ല മാർക്കുണ്ടെന്ന് അറിയാമോ? നീ ആണെങ്കിലോ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ചെയ്തു തരാറുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? എന്തെങ്കിലും കുറവുകൾ വരുത്താറുണ്ടോ? പിന്നെ നിനക്ക് മാത്രം എന്താ പഠിച്ചാല്? നിന്റെ ഒരു വര, നീ വരയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം.
And hand your paper. Anu? Anu? Give me that. അനുവിന്റെ സ്കൂളിലെ പുതിയ ടീച്ചറല്ലേ? അനുവിന്റെ അമ്മയല്ലേ? അതെല്ലോ. അമ്മ ഒന്ന് കാണാൻ വന്നതാണ്. ആ ടീച്ചർ അകത്തോട്ട് ഇരിക്കാം. എന്ത് പറ്റി ടീച്ചർ? അനു എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയോ? ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇവിടെ സംസാരിക്കാനുണ്ടെങ്കിൽ അമ്മയോട്. ടീച്ചർ അതായത് വന്നാട്ടെ. ഒരു ബുക്ക് എടുത്തോണ്ട് വെളിയിലോട്ട് പോയിട്ടുണ്ട് ടീച്ചറെ. ഫുൾ ടൈം വരെയാ. ഇത്തവണത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ കണ്ടു. എല്ലാത്തിനും മാർക്ക് കുറേ. എന്ത് ചെയ്യാനാണ് ഞാൻ കുറെ പറഞ്ഞു നോക്കി. അവള് പഠിക്കില്ല. അതിന് ഞാൻ ട്യൂഷനും വിട്ടു. പക്ഷെ ഒരു കാര്യമില്ല. ടീച്ചർ വന്ന് നോക്കാം മുറിയിലോട്ട്. ഫുൾ ടൈം പേന, പെൻസില്, വര, ഇത് മാത്രമേ ഉള്ളൂ. വാ, ഞാൻ കാണിച്ചു തരാം ടീച്ചർ. ഇത് കണ്ടോ ടീച്ചർ? എന്റെ ഫോൺ ഉണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ. ടീച്ചർ കണ്ടില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. അവൾ എപ്പോഴും വരാം. അനുവിന്റെ അമ്മ അവിടെ ഇരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ അതിൽ ഒരുപാട് അടിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞോ, ഒരുപാട് ട്യൂഷൻ ക്ലാസ് മാറ്റിയെന്ന് പറഞ്ഞോ മാറാവുന്ന ഒരു കണ്ടീഷൻ അല്ല അനുവിന്. എനിക്ക് മനസ്സിലായിടത്തോളം അനുവിന് ലേണിംഗ് ഡിസബിലിറ്റിയാണ്. നമ്മൾ അതിന് ഡിസ്ലെക്സിയ എന്നൊക്കെ പറയും. അനുവിന്റെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരിക്കലും ഒരു ലൈനിന്റെ അകത്തല്ല നിൽക്കുന്നത്. അനുവിന്റെ പല അക്ഷരങ്ങളും തിരിഞ്ഞാണ് വരുന്നത്, അല്ലെങ്കിൽ ലൈനിന്റെ അപ്പുറത്ത് വരും. ഒരിക്കലും നേരെയല്ല അനു വരുന്നത്. നമ്മൾ ക്ലാസ്സിലായാലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനു ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയല്ല. അതായത് ബാക്കിയുള്ളവരെല്ലാവരും ആ കാര്യം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അനു ആ കാര്യം ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് അനു. വേറെ ഏതോ അനുവിന്റെ ലോകത്താണ്. അനു സോണ്ട് ഔട്ട് ആണ് ഓൾറെഡി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഡെയിലി ലൈഫിലും അനു അങ്ങനെയാണോ? അനുവിന്റെ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇത് ഒരിക്കലും ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ട കാര്യമേ ഇല്ല. ഇത് കണ്ടില്ലേ എന്ത് മനോഹരമായിട്ട് അനു വരയ്ക്കുന്നത്. ഞാൻ അവളുടെ ഡ്രോയിങ്സ് ഒക്കെ നോക്കുമായിരുന്നു. ഇതെല്ലാ കുഞ്ഞുങ്ങളും കിട്ടുന്ന കഴിവല്ലല്ലോ. നമ്മളൊരു സ്പെഷ്യൽ കെയറോ അറ്റൻഷനോ കൊടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും അനുവിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. നമ്മളിപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അവനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രോമ അനു ഇപ്പം നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ നമുക്ക് അനുവിനെ കാണിക്കാം. ഞാനും കൂടെ വരാം. അനുവിനെ പേടിക്കില്ല. നമുക്ക് എന്തുണ്ട് നമുക്ക് അനുവിനെ ഹാപ്പി ആക്കാം. അനു എന്തിനാ കരയുന്നത്? അതല്ലേടാ അനു. അനു അനു എന്തിനാ കരയുന്നത്? അവര് പറയുന്നത് ശരിയാ. ഒന്നിനും കൊണ്ടില്ല. അവരുടെ കൂട്ടുകാരല്ല. വേറെ അനുവിനൊരു കുഴപ്പമില്ലല്ലോ. അനുവിനെ കളിയാക്കുന്നവർക്കാണ് കുഴപ്പം. അനുവിന്റെ ചായങ്ങളുള്ള കുട്ടിയാ. ഞാൻ ഇന്നലെ അനുവിന്റെ വീട്ടിൽ പോയിരുന്നു. അനു വരച്ച പടങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇത് രസമായിട്ട് അനു പടം വരയ്ക്കുന്നുണ്ട്. അനു ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കില്ല. നമുക്കിത് ഒന്നിച്ച് കളിക്കാം. ഞാനുണ്ടായിരുന്നു.
ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ മുതലായ പഠനവൈകല്യങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് പലപ്പോഴും കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്. ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ നൂറുകണക്കിന് കുരുന്നുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്ക് എത്താനുള്ള, അവരെ ഒപ്പം കൂട്ടാനുള്ള പ്രതീക്ഷയുടെ തോണികളാകട്ടെ ഓരോ അധ്യാപകരും.